ഇത് കുടിക്ക്. പ്രഷർ പെട്ടെന്ന് നോർമലാവും. എന്താ ഇത്? നാരങ്ങ വെള്ളം ഉപ്പിട്ടത്. താങ്ക് യു നിരഞ്ജൻ. സത്യത്തില് എനിക്കിങ്ങനെ ആദ്യമായിട്ടല്ല വരുന്നത്. പണ്ടൊക്കെ ഇതുപോലെ വരുമ്പോ ഞാൻ തനിച്ചാ മാനേജ് ചെയ്യാറുള്ളത്. അന്നൊക്കെ ഓർക്കും സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഞാൻ സ്വപ്നം കണ്ട കാര്യങ്ങളാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നെ. വിരോധമില്ലെങ്കിൽ കുറച്ചു നേരം എന്നോടൊപ്പം ഇരിക്കാമോ നിരഞ്ജന്? വൈകിയ അക്ഷര ദേഷ്യപ്പെടുവോ? ചോദിച്ചാ എന്ത് പറയും? ചോദിക്കില്ല. അതൊന്നുണ. അക്ഷര നല്ലൊരു ഭാര്യയാണെങ്കിൽ ചോദിക്കും. അപ്പൊ എന്തെങ്കിലും പറയണം. ഇവിടെയായിരുന്നു എന്ന് പറയണ്ട. ഒരു പെണ്ണിനും അത് സഹിക്കാനാവില്ല. അക്ഷരയ്ക്ക് എന്നെക്കുറിച്ച് അറിയാമോ? അന്വേഷിച്ചിട്ടില്ല. അറിഞ്ഞാ അതൊരു വേദനയായിരിക്കും. എന്നെ അവർ ശപിക്കും. ഒരു പെൺകുട്ടിയുടെ ശാപം, അതിന് ഒരുപാട് ശക്തിയുണ്ട് നിരഞ്ജൻ. അതേറ്റാ നമ്മൾ നശിച്ചു പോവും. ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഞാൻ കാരണം നിരഞ്ജന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അതെങ്ങനെയുണ്ടാവും? നമ്മളതിന് തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇങ്ങനെ ഒരുമിച്ചൊരു വീട്ടിലിരിക്കുന്നു, അതൊരു തെറ്റല്ലേ നിരഞ്ജൻ? നമുക്കറിയാം നമ്മളെക്കുറിച്ച്. അതുപോലെ മറ്റുള്ളവരെ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ മരിക്കുമ്പോൾ അക്ഷര സങ്കടപ്പെടാൻ പാടില്ല. അതിനു മുന്നേ അവൾ എന്നെ ഉപേക്ഷിച്ചിരിക്കണം. അവളെ സ്വീകരിക്കാൻ വിശാൽ തയ്യാറായിരിക്കും. ഇനി അങ്ങോട്ടുള്ള അവളുടെ ജീവിതം വിശാലിനൊപ്പം ആവണം. അതാ എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിരഞ്ജന്? തോന്നുന്നുണ്ട്. കാരണം ഞാൻ അത്രയധികം അക്ഷരയെ സ്നേഹിക്കുന്നുണ്ട്.